ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ എലിസബത്ത് സോജിൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് റിഗ്രസീവ് ഓൾട്ടറേഷൻസ് ഓഫ് ടീത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ഷേഫേഴ്സ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഓറൽ പാത്തോളജി 8th എഡിഷനാണ്. അപ്പോൾ എന്താണ് ഈ റിഗ്രസീവ് ഓൾട്ടറേഷൻസ് ഓഫ് ടീത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നമുക്ക് രണ്ട് ടേംസ് അറിയാം. റിഗ്രഷനുണ്ട്, പ്രോഗ്രഷനുണ്ട് അല്ലേ? പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോവുക, റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ബാക്കോട്ട് വരിക അല്ലേ? ബാക്ക്വേർഡ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ റിഗ്രസീവ് ഓൾട്ടറേഷൻസ് ഓഫ് ടീത്ത്, അപ്പോൾ ടീത്തിന് ഒരു നോർമൽ ആയിട്ടുള്ള മോർഫോളജി ഉണ്ട്. അപ്പോൾ ആ ടൂത്തിൻ്റെ നോർമൽ ആയിട്ടുള്ള മോർഫോളജി ഓൾട്ടർ ചെയ്യപ്പെടുകയാണ്, ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ബിക്കോസ് ഓഫ് എനി ഔട്ട്സൈഡ് ആയിട്ടുള്ള ഫോഴ്സസ് അല്ലെങ്കിൽ എനി എൻവറോൺമെൻറ്റൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ്, അതിൻ്റെ ഫലം കൊണ്ട് ഈ ടൂത്തിൻ്റെ നോർമൽ ആയിട്ടുള്ള മോർഫോളജിയിൽ ചേഞ്ച് സംഭവിക്കുക. അപ്പോൾ അതിനെയാണ് റിഗ്രസീവ് ഓൾട്ടറേഷൻസ് ഓഫ് ദ ടീത്ത്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ ടീത്തിൻ്റെ നോർമൽ മോർഫോളജിയിൽ നിന്ന് അത് പ്രോഗ്രഷൻ അല്ല സംഭവിക്കുന്നത്, അത് നശിക്കുക ചെയ്യുന്നത്, റിഗ്രഷനാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് റിഗ്രസീവ് ഓൾട്ടറേഷൻസ് ഓഫ് ടീത്ത് എന്ന് നമ്മളിതിനെ പറയുന്നത്. ഓക്കെ, കമ്മിങ് ഓൺ ടു ഫസ്റ്റ് വൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എട്രീഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എട്രീഷൻ അറിയാം, എബ്രേഷൻ അറിയാം, ഇറോഷൻ അറിയാം. പക്ഷേ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ചെറിയൊരു ടേം വ്യത്യാസമായിരിക്കും MCQയിൽ കൊടുത്തിട്ടുണ്ടാവുക ഓപ്ഷൻസ് തമ്മിൽ. അപ്പോൾ ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എന്താ കൊടുത്തിരിക്കുന്നത് അതേ ടേംസും കാര്യങ്ങളായിരിക്കും MCQ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ടേംസ് ഓർക്കാനും പഠിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എട്രീഷൻ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ വെയറിംഗ് അവേ ഓഫ് ദ ടൂത്ത് സർഫസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് പിക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അത് ഫിസിയോളജിക്കലി, അതായത് ആ ടൂത്തിൻ്റെ മൊത്തം സർഫസ് നല്ലോണം പോളിഷ് ചെയ്ത പോലെ ഇരിക്കുന്നത്. അതായത് ആ ടൂത്തിന് സാധാരണ ടൂത്തിൻ്റെ മോർഫോളജി അനുസരിച്ച് ടൂത്തിൻ്റെ സർഫസിൽ നിങ്ങൾക്കറിയാം പെരികൈമാറ്റ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ കെനൈനൊക്കെ എടുക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷനായ പെരികൈമാറ്റ ഉണ്ടാവും. അതുപോലെ തന്നെ ടൂത്തിൽ അത്ര സ്മൂത്ത് ഒന്നും ആയിരിക്കില്ല, കുറച്ച് റഫ്നെസ് ഉണ്ടാവും അല്ലേ? നോർമൽ ടൂത്ത് സ്ട്രക്ചർ അങ്ങനെയാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് എട്രീഷനിൽ തേഞ്ഞ് പോവാന്ന് പറയില്ലേ? അപ്പോൾ തേഞ്ഞ് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ സർഫസ് അങ്ങ് പോളിഷായി. നിങ്ങൾ കണ്ടിട്ടില്ലേ മരപ്പണിക്കാരും അതുപോലെ തന്നെ കൽപ്പണിക്കാരൊക്കെ ചെയ്യുന്നത്? അവർ ഒരു സർഫസിനെ സ്മൂത്താക്കുക എങ്ങനെയാണ്? നല്ലോണം ഉരച്ച് ആ സർഫസിനെ അങ്ങ് തേച്ച് കളഞ്ഞ് നല്ല സ്മൂത്താക്കും. അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? ഇവിടെ ടൂത്തിൻ്റെ സർഫസ് തേഞ്ഞ് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഫിസിയോളജിക്കൽ വെയറിംഗ് അവേ ഓഫ് ദ ടൂത്ത് സർഫസ് സംഭവിക്കുമ്പോൾ ആ സർഫസ് കോൺസ്റ്റൻ്റ്ലി അങ്ങനെ ആ ഒരു ഫിസിയോളജിക്കൽ വെയറിംഗ് അവേ ഉണ്ടാകുമ്പോൾ ആ ഫസ്റ്റ് ഇമേജ് പോലെയാണ് ടൂത്ത് സർഫസ് അപ്പിയർ ചെയ്യുക. ക്ലിനിക്കലി നോക്കുമ്പോൾ പോളിഷ്ഡ് ആയിട്ടുള്ള ഇനാമലായിരിക്കും, പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കും. അതേസമയം പോസ്റ്റീരിയർ ടൂത്തിൽ ഇപ്പോൾ ഒരു റെസ്റ്റോറേഷൻ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് ഫിഷർ സീലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫിഷർ സീലൻ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ റെസ്റ്റോറേഷൻ, അപ്പോൾ ടൂത്ത് ഇങ്ങനെ തേഞ്ഞ് പോവുക. അപ്പോൾ 10 വർഷം മുന്നേ ചെയ്ത റെസ്റ്റോറേഷൻ ആയിരിക്കും ചിലപ്പോൾ അത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ടൂത്ത് അങ്ങ് തേഞ്ഞ് പോയി, പക്ഷേ ആ റെസ്റ്റോറേഷൻ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് ഔട്ട്വേർഡ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അതെന്താ കാണിക്കുന്നത്? അത്രയും ടൂത്തിൻ്റെ സർഫസ് മുന്നേ ഉണ്ടായിരുന്നത് തേഞ്ഞ് പോയി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലിനിക്കലി നമുക്ക് കാണുന്ന ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എട്രീഷൻ്റെ. MCQ വ്യൂ പോയിന്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അത് ഫിസിയോളജിക്കൽ വെയറിംഗ് അവേ ഓഫ് ടൂത്ത് സർഫസ് ആണ്. ടൂത്ത് കോണ്ടാക്റ്റ് മാസ്റ്റിക്കേഷനിലൊക്കെ സംഭവിക്കുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ടൂത്തും തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ നടക്കുന്നതാണ് ഫിസിയോളജിക്കൽ വെയറിംഗ് അവേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ സർഫസസിലാണ് കാണാം, അത് ഇമ്പോർട്ടൻ്റ് ആണ് MCQയിൽ. ഒക്ലൂസൽ സർഫസിൽ കാണും പോസ്റ്റീരിയർ ടൂത്ത് ആണെങ്കിൽ, ഇൻസൈസൽ സർഫസ് കാണും ആൻറ്റീരിയർ ടൂത്ത് ആണെങ്കിൽ, അതുപോലെ തന്നെ സൈഡ് ഓക്കെ പ്രോക്സിമൽ സൈഡുകളും കാണും ടൂത്തുകൾ തമ്മിൽ കോണ്ടാക്റ്റ് വരുന്ന ഏരിയയിൽ. അപ്പോൾ ഒക്ലൂഷൻ, അതായത് മാസ്റ്റിക്കേഷനിൽ വരുന്ന ഡിഫറൻസിൽ, ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വരുന്നതാണ് ഫിസിയോളജിക്കൽ വെയറിംഗ് അവേ ഓഫ് ദ ടൂത്ത് സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ഷൈനി ഫെസറ്റ്സ് എന്നാണ് അതിന് പറയുക. ഓക്കെ, അപ്പോൾ അമാൽഗം കോണ്ടാക്ട്സ് എല്ലാം ഷൈനി ഫെസറ്റ്സ് എന്നാണ് പറയുക. നല്ല പ്രൊജക്റ്റ് ഔട്ട് ചെയ്ത് ഷൈനിങ് ആയിട്ടുള്ള അപ്പിയറൻസസ് ആയിരിക്കും ഈ പെർട്ടിക്കുലർ ഏരിയാസിലുണ്ടാവുക. അപ്പോൾ അതിന് ഷൈനി ഫെസറ്റ്സ് ആണ് എന്നാണ് പറയുക. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് MCQ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എട്രീഷൻ ഇസ് ആക്ച്വലി ഫിസിയോളജിക്കൽ വെയറിംഗ് അവേ ഓഫ് ദ ടൂത്ത് സർഫസ്. അപ്പോൾ ഡയഗ്രമാറ്റിക്കലി ഓർത്ത് വയ്ക്കാം കേട്ടോ. കമ്മിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, എബ്രേഷൻ. അപ്പോൾ എട്രീഷനും എബ്രേഷനും എപ്പോഴും ആളുകൾ തെറ്റിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എട്രീഷൻ ഫിസിയോളജിക്കൽ വെയറിംഗ് ആണ്, പക്ഷേ എബ്രേഷൻ എന്താണ്? പാത്തോളജിക്കൽ വെയറിംഗ് അവേ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പാത്തോളജി ഉണ്ടാവും, എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഓഫ് എട്രീഷനിൽ ടൂത്ത് തമ്മിലുള്ള കോണ്ടാക്ട് കൊണ്ടാണ്, ഫിസിയോളജിക്കലാണ്, ഒക്ലൂഷൻ്റെ ഫോൾട്ട് കൊണ്ടാണ്. പക്ഷേ എബ്രേഷനിൽ വരുമ്പോൾ പാത്തോളജിക്കൽ വെയറിംഗ് അവേ ഓഫ് ദ ടൂത്ത് ആണ്.
ഓക്കെ, അപ്പോൾ ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നത് നിങ്ങൾക്കത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എബ്രേഷനിൽ നമുക്കറിയാം ഫോറിൻ സബ്സ്റ്റൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ എക്സ്റ്റേണലി ഒരു ഫാക്ടർ ഉണ്ടാവും. അപ്പോൾ ഓരോ പിക്ചർ നോക്കി അവിടെ ആദ്യത്തെ പിക്ചറിൽ ജിഞ്ചൈവൽ നോച്ചിങ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ടൂത്തിൻ്റെയും ജിഞ്ചൈവൽ പോർഷൻ മാത്രം അങ്ങ് നശിച്ചു പോയിരിക്കുക, വെയറിങ് അവേ സംഭവിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണക്കാരൻ നമ്മുടെ ടൂത്ത് ബ്രഷിംഗ് ടെക്നിക്ക് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് ഫസ്റ്റ് ഇമേജിൽ. ഓക്കെ, ടൂത്ത് ബ്രഷിംഗ് ടെക്നിക്ക്, അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ബ്രഷ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു വി ഷേപ്ഡ് ആയിട്ടുള്ള നോച്ച്, എല്ലാ ടൂത്തിലും ഒരു വി ഷേപ്ഡ് ആയിട്ടുള്ള നോച്ച് അല്ലെങ്കിൽ വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള ഡിച്ച് കാണാൻ പറ്റും. ഓക്കെ, ഓൺ ടു ദ സിമെൻറ്റോ ഇനാമൽ ജംഗ്ഷൻ്റെ സൈഡിലോട്ട്. അപ്പോൾ അത് ഹൊറിസോണ്ടൽ ടൂത്ത് ബ്രഷിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോൾട്ടാണ്. വി ഷേപ്ഡ് ആയിട്ടില്ലെങ്കിൽ വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള ഡിച്ച് എന്ന് പറയുന്നത്, അതാണ് ഫസ്റ്റ് ഇമേജിൽ കാണിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടൂത്ത് പേസ്റ്റിന് പകരം ഡെൻറ്റിഫ്രിസസ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് എബ്രേഷൻ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് രണ്ടാമത്തെ നോക്കൂ, പൈപ്പ് സ്റ്റെം. ചിലർ പൈപ്പ് സ്റ്റെം ഉപയോഗിക്കും സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പൈപ്പ് സ്റ്റെമ്മിൻ്റെ യൂസ് ആ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്ന ആ പൊസിഷനാണ് ആരോ മാർക്കിൽ കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഇമേജിൽ 2 ആരോ മാർക്ക് കാണിക്കുന്നുണ്ടോ? ആ 2 ആരോ മാർക്ക്, അതായത് 2-1ൻ്റെയും അതുപോലെ തന്നെ ഡൗണിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 3-2ൻ്റെയും. ഓക്കെ, അപ്പോൾ 3-2ൻ്റെ അവിടെ 2 ആരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 2 ആരോ മാർക്കിൻ്റെ അവിടെ ആ പെർട്ടിക്കുലർ പൊസിഷനിലായിരിക്കും പേഷ്യൻ്റ് എപ്പോഴും പൈപ്പ് സ്റ്റെം സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് വെക്കുന്നുണ്ടാവുക. അപ്പോൾ ആ പർട്ടിക്കുലർ ഏരിയയിലാണ് ആ പർട്ടിക്കുലർ എബ്രേഷൻ സംഭവിച്ചത്. പൈപ്പ് സ്റ്റെം കോൺസ്റ്റൻ്റ്ലി വെച്ചിരുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ഇമേജ് നോക്കൂ. ലാസ്റ്റ് ഇമേജിൽ നിങ്ങൾക്ക് ബോബി പിൻസ്, നമ്മൾ ഈ പെൺകുട്ടികൾ തലയിൽ വെക്കുന്ന ബോബി പിൻസ് ഇല്ലേ, യു പിൻസ്. അപ്പോൾ ആ ബോബി പിൻസ് എപ്പോഴും നമ്മൾ പല്ലുകൊണ്ട് അടർത്തിയിട്ടാണ് തലയിലേക്ക് കുത്തിവെക്കുക. അപ്പോൾ ആ ബോബി പിൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നവർക്ക് കാണുന്നതാണ് തേർഡ് പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സോഴ്സിൻ്റെ ഫലം കൊണ്ട് വരുന്ന ഒരു പാത്തോളജിക്കൽ വെയറിങ് അവേ ഓഫ് ദ ടൂത്താണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഫസ്റ്റത്തെ ടൂത്ത് ബ്രഷ്, ഡെൻറ്റിഫ്രിസസ്, പൈപ്പ് സ്റ്റെം സ്മോക്കിംഗ്, ബോബി പിൻസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ കോസസ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ടൂത്ത് ബ്രഷും അതുപോലെ ബ്രഷിംഗ് ടെക്നിക്കിൻ്റെ ഫോൾട്ട് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ ഹൊറിസോണ്ടൽ ബ്രഷിംഗ് ടെക്നിക്കിൽ നമുക്ക് കാണാം വി ഷേപ്ഡ് ഓഫ് വെഡ്ജ് ഷേപ്ഡ് ആയിട്ടുള്ള ഡിച്ച് ഓൺ റൂട്ട് സൈഡ് ഓഫ് സിമെൻറ്റോ ഇനാമൽ ജംഗ്ഷനാണ് പോസിബിളായിട്ട് കാണുക. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ടൂത്ത് ബ്രഷിങ്ങും അതുപോലെ തന്നെ എബ്രേഷനൊക്കെ സംഭവിച്ചാലും നമ്മുടെ ടൂത്ത് തന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, എവറി ആക്ഷൻ ആസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയില്ലേ, അതുപോലെ ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഒരു ഫോറിൻ സബ്സ്റ്റൻസ് അറ്റാക്ക് ചെയ്യുമ്പോൾ ടൂത്ത് എങ്ങനെയാണ് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക? ബൈ ദ ഫോർമേഷൻ ഓഫ് സെക്കൻഡറി ഡെൻറ്റീൻ. അപ്പോൾ ഹിസ്റ്റോളജി പഠിച്ചവർക്ക് നല്ല ഈസി ആയിരിക്കും. അപ്പോൾ സെക്കൻഡറി ഡെൻറ്റീനും അതുപോലെ തന്നെ ടേഴ്സറി ഡെൻറ്റീനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫോം ചെയ്യുക റിപ്പറേറ്റീവ് ആയിട്ട് ഡെൻറ്റീൻസ് ആണ്. അപ്പോൾ സെക്കൻഡറി ഡെൻറ്റീൻ്റെ ഫോർമേഷൻ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ പൾപ്പിന് എക്സ്പോസ് ആവാണ്ട് കൂടുതൽ പാത്തോളജിക്കൽ വെയറിങ് ഓഫ് ടൂത്ത് സംഭവിക്കുന്നുണ്ട്. എന്നിരുന്നാലും പൾപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് സെക്കൻഡറി ഡെൻറ്റീൻ ഫോർമേഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ ഫോർമേഷൻ ഓഫ് സെക്കൻഡറി ഡെൻറ്റീൻ ഇസ് സഫിഷ്യൻറ്റ് ടു പ്രൊട്ടക്ട് ദ ടൂത്ത് അഗെയിൻസ്റ്റ് പൾപ്പ് എക്സ്പോഷർ. അപ്പോൾ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻ വരാറുണ്ട്, എട്രീഷനിലും എബ്രേഷനിലൊക്കെ ടൂത്തിന് സെൻസിറ്റിവിറ്റി കൂടുന്നുണ്ടോ എന്ന്. അപ്പോൾ ടൂത്ത് നെർവ്സ് എക്സ്പോസ് ആയാൽ മാത്രമേ, ഇത് പൾപ്പ് പോർഷൻ എക്സ്പോസ് ആയാൽ മാത്രമേ സെൻസിറ്റിവിറ്റി കൂടുന്നുള്ളൂ. അപ്പോൾ ഇൻ കേസ് ഓഫ് എബ്രേഷനിലൊക്കെ സെക്കൻഡറി ഡെൻറ്റീൻ ഡെപ്പോസിഷൻ ഉള്ളതുകൊണ്ട് സഫിഷ്യൻറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ടു ദ പൾപ്പ് എക്സ്പോഷർ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എബ്രേഷനും എട്രീഷനും നമ്മൾ മെയിൻ ഡിഫറൻസ് ഓർത്ത് വയ്ക്കുക. എട്രീഷൻ ഫിസിയോളജിക്കലാണ്, എബ്രേഷൻ പാത്തോളജിക്കലാണ്. കമ്മിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, ഇറോഷൻ. അപ്പോൾ എട്രീഷൻ, എബ്രേഷൻ, ഇറോഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇറോഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സോയിൽ ഇറോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോയിൽ ഇറോഷൻ മണ്ണൊലിച്ച് പോവുക. അതുപോലെ തന്നെ എന്താ ഇവിടെ ടൂത്തിൽ ഇറോഷൻ സംഭവിക്കുന്ന ടൂത്തിൻ്റെ ഇനാമലും ഡെൻറ്റീനും ഒക്കെ അങ്ങ് ഒലിച്ച് പോവുകയാണ്. അപ്പോൾ ഒലിച്ച് പോകാനായിട്ടുള്ള കാരണക്കാർ എന്തൊക്കെയാണ്? അപ്പോൾ അതൊരു കെമിക്കൽ പ്രോസസ്സാണ്. ഇറോഷൻ എന്ന് പറയുന്നത് കെമിക്കൽ പ്രോസസ്സാണ്, നോട്ട് ഇൻവോൾവിങ് എനി ബാക്ടീരിയൽ ആക്ഷൻ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഡെഫിനേഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് എ കെമിക്കൽ പ്രോസസ് നോട്ട് ഇൻവോൾവിങ് ബാക്ടീരിയൽ ആക്ഷൻ. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും MCQയിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് കെമിക്കൽ പ്രോസസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ കെമിക്കൽ പ്രോസസ് നോട്ട് ഇൻവോൾവിങ് ബാക്ടീരിയൽ ആക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ചൂസ് A ആണോ B ആണോ നമുക്ക് ഡൗട്ട് തോന്നും. അപ്പോൾ ഓൾവേസ് ഗോ വിത്ത് ദ ഡെഫിനേഷൻ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇറോഷനിൽ കോസസ് 2 തരത്തിൽ നമുക്ക് പറയാം. അതായത് ഇൻട്രൻസിക് വിത്തിൻ ദ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് കാരണം വരുന്ന ടൂത്തിൽ വരുന്ന ഇറോഷൻ.
ഇനാമലിലും ഡെൻറ്റിനിലും വരുന്ന ഇറോഷൻ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള സോഴ്സ്, അതായത് എക്സ്ട്രിൻസിക് ആയിട്ടുള്ള സോഴ്സസ്. അപ്പോൾ ഇൻട്രൻസിക് സോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇതൊരു കെമിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ കെമിക്കൽ അസിഡിറ്റി കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഇറോഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അസിഡിറ്റി എങ്ങനെയാണ് നമ്മുടെ വിത്തിൻ ദ ബോഡി കൂടുക, മെയിൻലി ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലെക്സ് ഡിസീസിൽ. ഓക്കെ, അതിനെ ജേർഡ് എന്നാണ് വിളിക്കുക, ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലെക്സ് ഡിസീസ്. അപ്പോൾ ഈ പർട്ടിക്കുലർ ഡിസീസിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൽ ആസിഡ് ഫോം ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ആസിഡാണ് നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ജേർഡിൽ, ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലെക്സ് ഡിസീസിൽ നമ്മുടെ ഈസോഫേഗസിൻ്റെ ഭാഗത്തേക്ക്, സ്റ്റൊമക്കിൽ നിന്ന് ഈസോഫേഗസിൻ്റെ ഭാഗത്തേക്ക് അസിഡിറ്റി, അതായത് നമ്മുടെ ഈ ആസിഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് ഓറൽ ക്യാവിറ്റിയിലേക്ക് കൂടുതൽ അസിഡിക് ആയിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ടൂത്തിന് pH, സലൈവയുടെ pH അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ സലൈവയുടെ pH നോർമലി വരേണ്ട നോർമൽ 7 ആ pHനേക്കാളും അസിഡിക് pHലോട്ട് താഴ്ന്നു പോവുക. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ടൂത്ത് കെമിക്കലായിട്ടുള്ള ഒരു എൻവറോൺമെൻറ്റിനോട് എപ്പോഴും സബ്ജക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ടൂത്ത് ഇറോഷൻ സംഭവിക്കുന്നത് ഇൻ കേസ് ഓഫ് ജേർഡിൽ. അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് ആയിട്ടുള്ള സോഴ്സസ്, ഇപ്പോൾ നമ്മൾ അസിഡിക് ആയിട്ടുള്ള ബിവറേജസ് കഴിച്ചു, ഓക്കെ, കൂടുതൽ ചായ കാപ്പി കുടിക്കുന്നവർ, അതുപോലെ തന്നെ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നവർ കൂടുതലായിട്ട്, പിന്നെ ആൽക്കഹോൾ കഴിക്കുന്നവർ, അവരുടെയൊക്കെ പല്ല് കണ്ടാലേ അറിയാം നമുക്ക്, ക്ലിനിക്കിൽ വരുന്നവരുടെ ഫുൾ അങ്ങ് തേഞ്ഞു പോയിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ കാരണം അത്രയും അസിഡിക് ആയിട്ടുള്ള മെറ്റീരിയലാണ് ടൂത്തിനോട് എക്സ്പോസ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പേഷ്യൻസ് റേഡിയേഷനൊക്കെ റിസീവ് ചെയ്ത പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് സെറോസ്റ്റോമിയ ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക, സലൈവയുടെ pH ഒക്കെ, സലൈവയുടെ എമൗണ്ടേ വളരെ കുറവായിരിക്കും, അതുപോലെ തന്നെ സലൈവയുടെ കോമ്പോസിഷൻ്റെ pH ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇറോഷൻ സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻട്രൻസിക് ആൻഡ് എക്സ്ട്രൻസിക് കോസസ് ഓഫ് ഇറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ MCQയിൽ ഇമ്പോർട്ടൻ്റ് ആട്ടോ. എത്തിയോളജി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ലിസ്റ്റ് ചെയ്യും, ABCD എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കി എല്ലാം അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മെയിനായിട്ട് ഇറോഷനിൽ ഫീച്ചറായിട്ട് കാണുക എന്താ, ഫസ്റ്റ് പിക്ചർ നോക്കിയേ, ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് അമാൽഗം പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നില്ലേ. അപ്പോൾ അതാണ് മെയിനായിട്ട്. ഇപ്പോൾ നേരത്തേലും ഞാൻ കാണിച്ചു, എട്രീഷനിലും കാണിച്ചു, ഫിഷർ സീലിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഇറോഷനിലാണെങ്കിലും എൻറ്റയർ ടൂത്ത് സർഫസ് അങ്ങ് ഇറോഡഡായി പോവാണ്, മെറ്റൽ മാത്രം അവിടെ റിമെയിൻ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അമാൽഗം ഇങ്ങനെ റേസ്ഡ് ആയിട്ടുള്ള അമാൽഗം റെസ്റ്റോറേഷൻസ് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ അമാൽഗം എല്ലാം നോൺ ടാർണിഷ്ഡ് ആയിട്ടുള്ള അപ്പിയറൻസസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കറിയാം അമാൽഗത്തിന് ഒരു ടാർണിഷ് അപ്പിയറൻസ് ഉണ്ടെന്ന്. അപ്പോൾ നോൺ ടാർണിഷ്ഡ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും അമാൽഗത്തിന് ഉണ്ടാവുക. അതുപോലെ തന്നെ ടൂത്ത് സർഫസ് ഇപ്പോൾ മൊത്തം മേലേന്നാണ് ഇറോഡായി പോകുന്നത്. അപ്പോൾ സെർവൈക്കൽ ഏരിയയിൽ ലാസ്റ്റ് പിക്ചർ നോക്കുക നിങ്ങൾ, തേർഡ് പിക്ചർ. അപ്പോൾ അവിടെ ഞാൻ ഇനാമൽ കഫ് എന്ന് പറഞ്ഞിട്ട് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ B എന്നുള്ള ആരോ മാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാനൊരു ഗ്രീൻ കൊണ്ട് ആരോ മാർക്ക് കൊടുത്തിട്ടുള്ളത് B നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടൂത്ത് മേലേന്നൊക്കെ ഇറോഡഡായി പോവാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ താഴത്തെ പോർഷനിൽ മാത്രം ഇനാമൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അതായത് ഈ ബ്രേസ്ലെറ്റ് ഒക്കെ ഇല്ലേ, അപ്പോൾ തൊട്ടപ്പുറത്തൊരു ബ്രേസ്ലെറ്റിൻ്റെ പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേസ്ലെറ്റിൽ ആ സെൻറ്റർ മോസ്റ്റ് പോർഷൻ മാത്രം പ്രൊജക്റ്റ് ഔട്ട് ചെയ്യുന്നത് പോലെ ആ സെർവൈക്കൽ പോർഷനിൽ മാത്രം, അവിടുത്തെ ഏരിയയിൽ മാത്രം ഇനാമൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതിനെയാണ് ഇനാമൽ കഫ് എന്ന് വിളിക്കുക. കഫ് എന്ന് പറയുന്നത് ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ ഇനാമൽ എങ്ങനെയാണ്, ഒരു ബ്രേസ്ലെറ്റ് കിടക്കുന്ന പോലെയാണ് ടൂത്തിൻ്റെ അവിടെ ആ പെർട്ടിക്കുലർ പോർഷനിൽ കിടക്കുന്നത്. അപ്പോൾ ഇറോഷനിലെ അനദർ ഫീച്ചറാണ് ഇനാമൽ കഫ് ഇൻ ദ ജിഞ്ചൈവൽ ക്രെവിസ് ഏരിയയിൽ. ഓക്കെ, ആ ബിയിൽ നിന്ന് ബിന്ന് ആരോ മാർക്ക് കൊടുത്ത സ്ഥലത്ത് ഇനാമൽ കഫിംഗ് കാണും. ഓക്കെ, ഇൻ കേസ് ഓഫ് ഇറോഷൻ. അപ്പോൾ അവിടെ മെയിനായിട്ട് ആ ഭാഗത്ത് മാത്രം ഇനാമൽ പ്രിസർവ്ഡ് ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അപ്പിയറൻസ് വരുന്നത്. ഓക്കെ, ആ ബ്രേസ്ലെറ്റിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ആ പർട്ടിക്കുലർ പോർഷനിലും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതിനാണ് ഇനാമൽ കഫ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഇറോഷനിൽ നമുക്ക് മെയിനായിട്ട് സെക്കൻഡറി ഡെൻറ്റിൻ്റെ ഫോർമേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇറോഷൻ ചെയ്ത ഒരു ടൂത്ത് ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിരിക്കും പേഷ്യൻറ്റിന്. അപ്പോൾ എട്രീഷനിലും എബ്രേഷനിലും സെൻസിറ്റിവിറ്റി കാണില്ല. ഇൻ കേസ് ഓഫ് ഇറോഷനിൽ പേഷ്യൻറ്റിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണം. എബ്രേഷനിലും ഇറോഷനിലും ചോദിക്കുവാണെങ്കിൽ എബ്രേഷനിൽ സെൻസിറ്റിവിറ്റി ഇല്ല ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് സെക്കൻഡറി ഡെൻറ്റിൻ. പക്ഷേ ഇൻ കേസ് ഓഫ് ഇറോഷനിൽ അത്ര അധികം ഇറോഡഡായി പോകുന്നത് കൊണ്ട് തന്നെ ഡെൻറ്റിൻ സെൻസിറ്റിവിറ്റി, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് എ മേജർ ഡിഫറൻസ് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെ പൾപ്പിൻ്റെ എക്സ്പോഷർ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇറോഷൻ വലിയവരിൽ മാത്രമാണോ കാണുക? അല്ല, കുട്ടികളിലും കാണാം. അപ്പോൾ ഡെസിഡസ് ടൂത്തിലും ഇറോഷൻ സംഭവിക്കാം. കാരണം എന്താ? ബിക്കോസ് ഇപ്പോൾ ജേർഡ് ഉള്ള ഒരു കുട്ടിയാണ്, ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലെക്സ് ഡിസീസ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ഡെസിഡസ് ടൂത്തും ഇറോഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ,
കമ്മിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, ദറ്റ് ഇസ് എഫ്രാക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്ത് ഗ്രിപ്പോ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. ഓക്കെ, ഇൻ ദ ഇയർ 1991. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. 1991 മാത്രമേ അത് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്താണിത് മെയിനായിട്ട്? അപ്പോൾ ഇതെന്ന് പറയുന്നത് പാത്തോളജിക്കൽ ലോസ് ഓഫ് ബോത്ത് ഇനാമൽ ആൻഡ് ഡെൻറ്റിൻ കോസ് ബൈ ബയോമെക്കാനിക്കൽ ലോഡിംഗ് ഫോഴ്സസ് ആണ്. അപ്പോൾ ഇവിടെ ഫിസിയോളജിക്കലല്ല. ഓക്കെ, എട്രീഷൻ എങ്ങനെയായിരുന്നു? ഫിസിയോളജിക്കലായിരുന്നു. എട്രീഷൻ എബ്രേഷൻ വരുമ്പോൾ എങ്ങനെയായിരുന്നു? പാത്തോളജിക്കലായിരുന്നു അല്ലേ? ഇറോഷൻ എങ്ങനെയായിരുന്നു? കെമിക്കലായിരുന്നു. എഫ്രാക്ഷൻ വരുമ്പോൾ പാത്തോളജിക്കലാണ്, പക്ഷേ എഫക്റ്റിംഗ് സിംഗിൾ ടൂത്ത് ആയിരിക്കും. ഓക്കെ, സിമിലർ ടു എട്രീഷൻ പോലെ തന്നെയാണ് കാണാൻ. ക്ലിനിക്കലി കാണുമ്പോൾ എട്രീഷൻ പോലെ തന്നെയാണ്. വി ഷേപ്ഡ് ആയിട്ടുള്ള നോച്ച് കാണാൻ പറ്റും നമുക്ക് സെർവൈക്കൽ ഏരിയയിൽ. പക്ഷേ ബോത്ത് ബക്കൽ ആൻഡ് ലേബിയൽ സർഫസസിൽ കാണാൻ പറ്റും. പക്ഷേ എഫക്റ്റിംഗ് സിംഗിൾ ടൂത്താണ്. അതുപോലെ തന്നെ ഇത് പാത്തോളജിക്കൽ ലോസ് ഓഫ് ബോത്ത് ഇനാമൽ ആൻഡ് ഡെൻറ്റിൻ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൂത്തിന് അല്ലെങ്കിൽ മാത്രമായിട്ട് ലോഡ് കൂടുതൽ വരികയാണ്. ഓക്കെ, അപ്പോൾ ഒക്ലൂസൽ ലോഡ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൂത്തിന് മാത്രം എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് കൂടുതൽ ലോഡ് ഒക്ലൂസൽ ലോഡ് വരുവാണെങ്കിൽ അപ്പോൾ വരുന്ന ഒരു ഫീച്ചറാണ് എഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എട്രീഷൻ എന്ന് പറയുന്നത് ജനറലൈസ്ഡ് ആയിട്ടാണ് കാണുക. മോർ ദാൻ ഓൾമോസ്റ്റ് എല്ലാ ടീത്തിലും നമുക്ക് ഒക്ലൂഷനോട് വരുന്ന പ്രോബ്ലംസ് നമുക്ക് ഫിസിയോളജിക്കലായിട്ടുള്ള ലോസ് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ എഫ്രാക്ഷനിൽ പാത്തോളജിക്കലാണ്, ഔട്ട്സൈഡ് എന്തെങ്കിലും ഒരു ഫാക്ടർ കൊണ്ടായിരിക്കും. അപ്പോൾ അത് ഒക്ലൂസലി എന്തെങ്കിലും ബയോമെക്കാനിക്കൽ ലോഡ് ആ സിംഗിൾ ടൂത്തിന് മാത്രം വരുന്നത് കൊണ്ട് വരുന്നതാണ് എഫ്രാക്ഷൻ. ക്ലിനിക്കലി അപ്പിയറൻസ് സിമിലർ ആണ് എട്രീഷനോട്, നാരോ വി ഷേപ്ഡ് തന്നെയാണ്, പക്ഷേ എഫക്റ്റിംഗ് സിംഗിൾ ടൂത്താണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ മാക്സിലയിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇൻവേർട്ടഡ് വി ആയിരിക്കും കാണുക അല്ലേ? മാക്സിലയിലാണെങ്കിൽ ആ വിയുടെ ആ നോച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പോൾ ആ അതേ വി ഷേപ്പിൽ തന്നെയാണ് താഴത്തെ കെനൈനിലും കൊടുത്തിട്ടുള്ളത്. ആ വി ഷേപ്പ് സെർവൈക്കലി കാണാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ ടൂത്തിനും കാണാം. പക്ഷേ സെക്കൻഡ് പ്രീമോളാറിലും ഇല്ലല്ലോ. സെക്കൻഡ് പ്രീമോളാറിൽ നിങ്ങൾക്ക് എഫ്രാക്ഷൻ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എഫക്റ്റിംഗ് സിംഗിൾ ടൂത്ത് അല്ലെങ്കിൽ മോർ ദാൻ ജസ്റ്റ് വൺ ടൂത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ എഫ്രാക്ഷൻ്റെ പിക്ചർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. കമ്മിങ് ഓൺ ടു ഡെൻറ്റിനൽ സ്ക്ലീറോസിസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെയാണ്. ഞാൻ നേരത്തെ ഹിസ്റ്റോളജിയിൽ പറഞ്ഞിട്ടുള്ളത്, ഡെൻറ്റിൻ്റെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടറൈസ്ഡ് ബൈ കാൽസിഫിക്കേഷൻ ഓഫ് ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു ഡെൻറ്റിനൽ കേരീസ് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്തോളജിക്കൽ ബാക്ടീരിയ അറ്റാക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ്, ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ്, ഹിസ്റ്റോളജി പഠിച്ചവർക്ക് ഭയങ്കര ക്ലിയർ ആയിരിക്കും, അല്ലാത്തവർ അത് പഠിച്ചിട്ട് ഇത് കാണുക കേട്ടോ. അപ്പോൾ ഹിസ്റ്റോളജി ഓഫ് ഡെൻറ്റിനിൽ പറയേണ്ടത് നമ്മുടെ ഒഡൻഡോബ്ലാസ്റ്റിക് ട്യൂബ്യൂൾസ് ഉണ്ട്, ഒഡൻഡോബ്ലാസ്റ്റിക് പ്രോസസ്സസ് ഉണ്ട്. അപ്പോൾ സെല്ലിൻ്റെ ഭാഗം കിടക്കുന്നത് എവിടെ? പൾപ്പിൻ്റെ പോർഷനിലേക്കും ഒഡൻഡോബ്ലാസ്റ്റിക് ട്യൂബ്യൂളും പ്രോസസ്സും കിടക്കുന്നത് ഡെൻറ്റിൻ്റെ പോർഷനിലേക്കുമാണ് കിടക്കുന്നത്. അപ്പോൾ ആ പോർഷനിൽ വരുന്നതാണ് അകത്ത് കിടക്കുന്ന ഫ്ലൂയിഡാണ് ഡെൻറ്റൽ ലിംഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻറ്റൽ ലിംഫിൽ എന്തുണ്ടാവും? കാൽഷ്യം ഉണ്ടാവും, കാൽഷ്യം സോൾട്ട്സ് ഉണ്ടാവും. ഈ കാൽഷ്യം സോൾട്ടുകൾ ഉപയോഗിച്ചിട്ട് ഈ ഡെൻറ്റിനൽ ട്യൂബ്യൂളിൽ അകത്ത്, ഇപ്പോൾ പുറത്തുനിന്ന് ഒരു അറ്റാക്കായിട്ട് ഡെൻറ്റൽ കേരീസ് വരുമ്പോൾ അവരകത്തേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നടക്കുന്ന കാൽസിഫിക്കേഷനാണ് ഡെൻറ്റിനൽ സ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെൻറ്റിനൽ സ്ക്ലീറോസിസ് എന്താ സംഭവിക്കുന്നത്? ഡിക്രീസസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ഒഡൻഡോബ്ലാസ്റ്റിക് പ്രോസസ്സസ്. അപ്പോൾ കൂടുതൽ ഡെൻറ്റൽ സ്ക്ലീറോസിസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അകത്തോട്ട് തീരെ, അതായത് ഫുള്ളായിട്ട് ട്യൂബ്യൂൾസ് മുഴുവൻ കാൽസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് ഇന്നർവേഷൻ നടക്കുമോ? ഡെൻറ്റിൻ സെൻസിറ്റിവിറ്റി നടക്കും. അപ്പോൾ തിയറീസ് ഓഫ് ഡെൻറ്റിൻ സെൻസിറ്റിവിറ്റി നമ്മൾ പഠിച്ചതാണ്. 3 തിയറി ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. ഡയറക്റ്റ് നെർവ് ഇന്നർവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഹൈഡ്രോഡൈനാമിക് തിയറിയാണ് ഇപ്പോൾ മോസ്റ്റ് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഹൈഡ്രോഡൈനാമിക് തിയറിയിൽ ഡെൻറ്റൽ ലിംഫ് ആ ഫ്ലൂയിഡിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് നമുക്ക് ഡെൻറ്റിൻ സെൻസിറ്റിവിറ്റി അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ പറയുന്ന കേട്ടോ. അപ്പോൾ ആ പർട്ടിക്കുലർ പോർഷൻ ഫുള്ളായിട്ട് കാൽസിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഡെൻറ്റിൻ്റെ സെൻസിറ്റിവിറ്റി നടക്കില്ല. അപ്പോൾ ഇൻ കേസ് ഓഫ് ഡെൻറ്റിനൽ സ്ക്ലീറോസിസ് ദർ ഇസ് ഡിക്രീസ് ഇൻ ദ കണ്ടക്ടിവിറ്റി ഓഫ് ഒഡൻഡോബ്ലാസ്റ്റിക് പ്രോസസ്സസ്. ഓക്കെ, അപ്പോൾ ഈ ഡെൻറ്റിനൽ സ്ക്ലീറോട്ടിക് ഡെൻറ്റിൻ, അപ്പോൾ അവിടെ ഫോം ചെയ്ത സ്ക്ലീറോട്ടിക് ഡെൻറ്റിൻ തൊട്ടപ്പുറത്ത് കിടക്കുന്ന നോർമൽ ഡെൻറ്റിനേക്കാളും ഹൈലി കാൽസിഫൈഡ് ആയിരിക്കും. Okay, so they are harder than adjacent normal dentine and is more highly calcified than normal dentine. ഓക്കെ, അപ്പോൾ നോർമൽ ഡെൻറ്റിനേക്കാളും കാൽസിഫിക്കേഷൻ കൂടുതലായിരിക്കും സ്ക്ലീറോസ്ഡ് ഡെൻറ്റിനിൽ. അപ്പോൾ എവിടെ നിന്നാണ് ഈ കാൽഷ്യം സോൾട്ട്സ് വരുന്നത്? അവർക്ക് കാൽസിഫിക്കേഷന് ഡെൻറ്റൽ ലിംഫിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഡെൻറ്റൽ സ്ക്ലീറോസിസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ കാൽസിഫിക്കേഷൻ ഓഫ് ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്.
അപ്പോൾ ആദ്യത്തെ ഡയഗ്രാമും സെക്കൻഡ് ഡയഗ്രാം നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഡയഗ്രാമിൽ കാണിക്കുന്നത് അവിടെ സ്ക്ലീറോസ്ഡ് ആയിട്ടുള്ള ഡെൻറ്റീനാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയി എന്നാണ് കാണിക്കുന്നത് സെൻട്രൽ ഫസ്റ്റ് പിക്ചറിൽ. സെക്കൻഡ് പിക്ചർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1, 2, 3 എന്ന് കാണാൻ പറ്റും. അപ്പോൾ 1 എന്ന് കൊടുത്തിരിക്കുന്ന ഇതാണ് ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ്, സ്ക്ലീറോസ്ഡ് ആയിട്ടുള്ള ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ് ആണ്. അപ്പോൾ അവർ ഹൈലി മിനറലൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഡെൻറ്റിനേക്കാളും ഇവർ കുറച്ചും കൂടി റേഡിയോ ഒപ്പേക്ക് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ, വൈറ്റിഷാണ് കുറച്ചുകൂടി, റേഡിയോ ഒപ്പേക്കാണ്. അപ്പോൾ അതുകൊണ്ട് മിനറലൈസേഷൻ ഹൈലി ആയതുകൊണ്ടാണ് അവിടെ സ്ക്ലീറോട്ടിക് ഡെൻറ്റീൻ. അപ്പോൾ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന 2 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഡെഡ് ട്രാക്സ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ അടുത്തത് പറയും. അപ്പോൾ തൊട്ടപ്പുറത്ത് ഇപ്പുറത്ത് ഇപ്പോൾ ഡെന്റൽ സ്ക്ലീറോസിസ് നടന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കിടക്കുന്നവരാണ് ഡെഡ് ട്രാക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 1ൻ്റെ താഴെയാണ് 3 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് തൊട്ട് താഴെ ഇപ്പോൾ ഈ ഡെന്റൽ ട്യൂബ്യൂൾസ് കാൽസിഫിക്കേഷൻ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ തൊട്ട് താഴെ സെക്കൻഡറി ഡെൻറ്റിൻ്റെ ഡെപ്പോസിഷൻ നടക്കും. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് പൾപ്പിന് ഔട്ട്സൈഡ് വരുന്ന പുറത്തുനിന്ന് വരുന്ന കേരീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ടൂത്ത്. ഓക്കെ, കമ്മിങ് ഓൺ ടു ഡെഡ് ട്രാക്സ്. അപ്പോൾ ഡെഡ് ട്രാക്സ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. ഇനാമലിൻ്റെയും ഡെൻറ്റീൻ്റെയും ചാപ്റ്ററിൽ സ്ട്രക്ചേഴ്സിൽ പഠിപ്പിക്കുമ്പോൾ ഡെഡ് ട്രാക്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെഡ് ട്രാക്സ് ഓർക്കാനായിട്ട്, അപ്പോൾ ഡെഡ് ട്രാക്സ് ഹിസ്റ്റോളജിക്കലി നോക്കുന്ന ഒരു അപ്പിയറൻസസ് ആണ്. ആക്ച്വലി എന്താണ് ഇവരെന്ന് പറഞ്ഞാൽ, ഫോർമേഷൻ ഓഫ് ഡെഡ് ട്രാക്ട് ഇസ് കൺസിഡേർഡ് ടു ബി ദ ഇനീഷ്യൽ സ്റ്റെപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്ക്ലീറോട്ടിക് ഡെൻറ്റീൻ. അപ്പോൾ ആദ്യം ഈ ഡെഡ് ട്രാക്സ് ഫോം ചെയ്തിട്ടാണ് സ്ക്ലീറോട്ടിക് ഡെൻറ്റീൻ ഫോം ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു 1ഉം 2 എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തും ഞാൻ ഡയഗ്രാം കാണിച്ചിട്ടുണ്ടായിരുന്നു തൊട്ട് മുന്നേ. അപ്പോൾ ഈ ഡെഡ് ട്രാക്സ് ഫോം ചെയ്തതിന് ശേഷമാണ് ഈ അകത്ത് ഈ ഡെൻറ്റിനൽ സ്ക്ലീറോസിസ് നടക്കുക. അപ്പോൾ എന്താണ് ഈ ഡെഡ് ട്രാക്സ്? ഡെഡ് ട്രാക്സ് എന്ന് പറയുന്നത് ഈ ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ് എം ടി ആവാണ്. ഓക്കെ, അപ്പോൾ അവിടെ കാൽസിഫിക്കേഷൻ നടക്കാൻ പോവുക. അപ്പോൾ അവർ എം ടി ആവുകയാണ്. എം ടി ആവുമ്പം അവർ എന്താണ്, എയർ ഫിൽഡ് ഡ്യൂ ടു റീട്രാക്ഷൻ ഓർ ഡീജനറേഷൻ ഓഫ് ഒഡൻഡോപ്ലാസ്റ്റിക് ഓർ ഡെത്ത് ഓഫ് ഒഡൻഡോബ്ലാസ്റ്റ് സംഭവിക്കുക. അപ്പോൾ ആ ഭാഗം മാത്രം, ആ പെർട്ടിക്കുലർ പോർഷനെയാണ് ഡെഡ് ട്രാക്ട് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ഡെൻറ്റിനൽ കേരീസ് ഇൻവേഡ് ചെയ്യുമ്പം ഈ ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ് ഡെൻറ്റൽ ലിംഫ് കാൽഷ്യം യൂസ് ചെയ്തിട്ട് കാൽസിഫിക്കേഷൻ നടക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ ആ പെർട്ടിക്കുലർ ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ് എം ടി ആവാണ്. അപ്പോൾ എം ടി ആവുമ്പോൾ ആ പെർട്ടിക്കുലർ ഏരിയ ഡീജനറേറ്റ് ആയിപ്പോയി, ഒഡൻഡോബ്ലാസ്റ്റിക് പ്രോസസ്സുകൾ ഡീജനറേറ്റ് ആയിപ്പോയി, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പോർഷനിൽ ഒഡൻഡോബ്ലാസ്റ്റ് സെല്ലുകൾ ഡെത്ത് ആവാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഒഡൻഡോബ്ലാസ്റ്റ് സെൽസിനെയാണ് ഡെഡ് ട്രാക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഡെഡ് ട്രാക്സ് പിന്നെ നല്ലോണം കാൽസിഫൈ ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? സ്ക്ലീറോട്ടിക് ഡെൻറ്റീനായിട്ട് മാറും. അപ്പോൾ സ്ക്ലീറോട്ടിക് ഡെൻറ്റീൻ ഫോം ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജാണ് ഡെഡ് ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ MCQയിൽ മെയിനായിട്ട് ചോദിക്കുന്നത് ഡെഡ് ട്രാക്സിൻ്റെ അപ്പിയറൻസ് ആണ്. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാം, ട്രാൻസ്മിറ്റഡ് ലൈറ്റും അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് ലൈറ്റും. അപ്പോൾ ഈ 2 തരത്തിലുള്ള ലൈറ്റിൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഡെഡ് ട്രാക്സ് കാണുന്നത്, അതാണ് മെയിനായിട്ട് MCQയിൽ ചോദിക്കാറ്. അപ്പോൾ ഇൻ കേസ് ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റിൽ ഡെഡ് ട്രാക്സ് ബ്ലാക്ക് ആയിട്ടാണ് കാണുക, ബ്ലാക്ക് സോൺ ആയിട്ടാണ് കാണുക. ഓക്കെ, അത് ഫുള്ളായിട്ട് അങ്ങ് നശിച്ചു പോയി എന്നുള്ള രീതിയിൽ ബ്ലാക്ക് ആയിട്ടാണ് കാണുക. വേറസ് റിഫ്ലക്റ്റഡ് എന്ന് പറഞ്ഞ റിഫ്ലക്റ്റഡ് ലൈറ്റിൽ ഡെഡ് ട്രാക്സ് വൈറ്റ് സോണായിട്ടാണ് കാണുക, വൈറ്റ് സോണായിട്ടാണ് കാണുക. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കുക. ട്രാൻസ്മിറ്റഡ് ലൈറ്റിൽ ബ്ലാക്കും റിഫ്ലക്റ്റഡ് ലൈറ്റിൽ വൈറ്റും. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ ഒരു നിമോണിക് ഉണ്ട്, അതിൻ്റെ ഫ്രണ്ട് തന്നതാണ് എനിക്ക്. ഓക്കെ, അപ്പോൾ ഡോക്ടർ ദിവ്യ, അപ്പോൾ ക്രെഡിറ്റ് ഗോസ് ടു ഹെർ. അപ്പോൾ അവൾ ഉണ്ടാക്കിയൊരു നിമോണിക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. ബ്ലാക്ക് ഡെഡ് ട്രാക്സ് ട്രാൻസ്മിറ്റ് വൈറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റ്, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ആ ഹെഡിങ് ഞാൻ കൊടുത്തിട്ടുള്ളത്, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി MCQന് വേണ്ടിയിട്ട്. ഓക്കെ, ബ്ലാക്ക് ഡെഡ് ട്രാക്സ് ട്രാൻസ്മിറ്റ് വൈറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റ്. അപ്പോൾ നമ്മൾ സ്ലോബ് റൂൾ പഠിച്ചിട്ടില്ലേ നമ്മൾ റേഡിയോളജിയിൽ, സെയിം ലിംഗ്വൽ ഓപ്പോസിറ്റ് ബക്കൽ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ബ്ലാക്ക് ആ ഡെഡ് ട്രാക്സ് നടുവിൽ ചേർത്തുന്നേ ഉള്ളൂ. ബ്ലാക്ക് ട്രാൻസ്മിറ്റഡ് ലൈറ്റിൽ ബ്ലാക്ക് ആയിരിക്കും, വൈറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റിൽ. ഓക്കെ, അപ്പോൾ വൈറ്റ് സോണായിട്ടാണ് റിഫ്ലക്റ്റഡ് ലൈറ്റിൽ കാണുക, ബ്ലാക്ക് സോണായിട്ടായിരിക്കും ട്രാൻസ്മിറ്റഡ് ലൈറ്റിൽ കാണുക. അതാണ് ആ സ്ലോബ് റൂൾ മാതിരിയാണ് ഈ ഒരു പെർട്ടിക്കുലർ നിമോണിക്ക് വരുന്നത്. അപ്പോൾ ബ്ലാക്ക് സോൺ ഇൻ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആൻഡ് വൈറ്റ് സോൺ ഇൻ റിഫ്ലക്റ്റഡ് ലൈറ്റ്, അതാണ് ബ്ലാക്ക് ഡെഡ് ട്രാക്സ് ട്രാൻസ്മിറ്റ് വൈറ്റ് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മാത്രം ഓർത്ത് വയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇനി മെയിനായിട്ട് ഡെഡ് ട്രാക്സ് നമ്മൾ ഇമേജിൽ നോക്കുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ സെൻറ്റർ മോസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുള്ള ഇതാണ് ഡെഡ് ട്രാക്സ്. ആ ഡെന്റൽ ട്യൂബ്യൂൾസ് ഫുള്ളായിട്ട് എം ടി ആയി. അപ്പോൾ ഡെന്റൽ ലിംഫൊക്കെ അങ്ങ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാൽഷ്യമൊക്കെ അബ്സോർബ് ചെയ്ത് അതങ്ങ് എം ടി ആയി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഡെഡ് ട്രാക്സ് എന്ന് അവരെ വിളിക്കുന്നത്. ഓക്കെ,
കമ്മിങ് ഓൺ ടു നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, റിസോർപ്ഷൻ ഓഫ് ടീത്ത്. റിസോർപ്ഷൻ ഓഫ് ടീത്ത് എന്ന് പറഞ്ഞാൽ ടൂത്ത് റിസോർബ് ആയി പോവുക. അപ്പോൾ അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള റിസോർപ്ഷനുണ്ട്, ഇൻറ്റേർണൽ ആയിട്ടുള്ള റിസോർപ്ഷനുണ്ട്. MCQയിൽ ഇൻറ്റേർണൽ റിസോർപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എക്സ്റ്റേണൽ റിസോർപ്ഷൻ എങ്ങനെയൊക്കെയാണെന്നും കൂടെ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. എക്സ്റ്റേണൽ റിസോർപ്ഷൻ്റെ റീസൺസ് എന്ന് പറയുന്നത് പെരിയാപ്പൈക്കലി എന്തെങ്കിലും, ഇപ്പോൾ ടൂത്തിന് പെരിയാപ്പൈക്കലി എന്തെങ്കിലും ഇൻഫ്ലമേഷൻ സംഭവിച്ചു, ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടൂത്ത് റീഇംപ്ലാന്റേഷൻ നടത്തി, അപ്പോൾ ആ പോർഷനിൽ റിസോർപ്ഷൻ സംഭവിക്കാം. ട്യൂമറും സിസ്റ്റും കൊണ്ട് സംഭവിക്കാം. എക്സസീവ് ആയിട്ടുള്ള മെക്കാനിക്കൽ ഒക്ലൂസൽ ഫോഴ്സ് വന്നപ്പം ടൂത്തിൻ്റെ എപ്പെക്സൽ പോർഷൻ മാത്രം റിസോർബ് ആയി പോവാം. അല്ലെങ്കിൽ ഇമ്പാക്ഷൻ ഓഫ് ടീത്ത് കൊണ്ട് സംഭവിക്കാം. അല്ലെങ്കിൽ ഇഡിയോപ്പത്തിക്, അൺനോൺ റീസൺ എന്നാണ് ഇഡിയോപ്പത്തിക് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇഡിയോപ്പത്തിക് റിസോർപ്ഷൻ. അതുപോലെ തന്നെയാണ് ഇൻറ്റേർണൽ റിസോർപ്ഷൻ്റെ മെയിൻ റീസൺ ആയിട്ട് ഇഡിയോപ്പത്തിക് റിസോർപ്ഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ വേറെ റീസൺസ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, കമ്മിങ് ഓൺ ടു എക്സ്റ്റേണൽ റിസോർപ്ഷൻ. അപ്പോൾ ടൂത്തിൻ്റെ എപ്പെക്സിൽ മാത്രം റിസോർപ്ഷൻ നടക്കുകയാണ്. ഓക്കെ, അപ്പം റിസോർപ്ഷൻ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം വെച്ചാൽ ഡെസിഡസ് ടൂത്ത് റിസോർബ് ആയിട്ട് അവരുടെ റൂട്ട് റിസോർബ് ആയിട്ടാണ് ആ പെർട്ടിക്കുലർ പൊസിഷനിൽ പെർമനൻറ്റ് ടൂത്ത് ഇറപ്റ്റ് ആവുന്നത് അല്ലേ. പക്ഷേ പാത്തോളജിക്കലി നടക്കുന്നതാണ് നമ്മൾ ഈ എക്സ്റ്റേണൽ റിസോർപ്ഷനും ഇൻറ്റേർണൽ റിസോർപ്ഷനും നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്സ്റ്റേണൽ റിസോർപ്ഷനിൽ അതിൻ്റെ റീസൺസ് മെയിനായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സെല്ലുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് MCQയിൽ ചോദിക്കാറുണ്ട്. ഓസ്റ്റിയോക്ലാസ്റ്റ് സെല്ലുകളാണ്. ഓക്കെ, മെയിൻലി ഓസ്റ്റിയോക്ലാസ്റ്റ് സെല്ലുകളാണ് മെയിനായിട്ട് റിസോർപ്ഷനിൽ വർക്ക് ചെയ്യുന്ന സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരാണ് അവിടുത്തെ ടൂത്തിലെ സബ്സ്റ്റൻസ് റിസോർബ് ആക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സിസ്റ്റിൽ വെച്ചിട്ട് ഏറ്റവും കോമൺ ആയിട്ട് റിസോർപ്ഷൻ കാണിക്കുന്ന സിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിഡോണ്ടൽ സിസ്റ്റാണ്. ഓക്കെ, പെരിഡോണ്ടൽ സിസ്റ്റാണ് മോസ്റ്റ് കോമൺലി ടൂത്തിന് എക്സ്റ്റേണൽ റിസോർപ്ഷൻ ഉണ്ടാക്കുന്നത്. ഡെൻഡിജറസ് സിസ്റ്റോ ഒന്നുമല്ല, മെയിനായിട്ട് റിസോർപ്ഷൻ ഉണ്ടാക്കുന്നതാണ് പെരിഡോണ്ടൽ സിസ്റ്റാണ്. അപ്പോൾ ഓപ്ഷൻസിൽ അതൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെരിഡോണ്ടൽ സിസ്റ്റാണ് മെയിനായിട്ട് റിസോർപ്ഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പാക്ഷൻ എടുക്കുകയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഇമ്പാക്ഷനാണ് ഈ റിസോർപ്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത്? മെയിനായിട്ട് ഹൊറിസോണ്ടലും അതുപോലെ തന്നെ മീസിയോ ആംഗുലാർ ഇമ്പാക്ഷൻസുമാണ്. ഇപ്പോൾ ഇമ്പാക്ഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവർ അത് കാണും. ഡെവലപ്മെൻറ്റൽ ഡിസ്റ്റർബൻസിൽ ലാസ്റ്റ് സെക്കൻഡ് പോർഷന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ആൻഡ് മീസിയോ ആംഗുലർ ഇമ്പാക്ഷനിലാണ് എക്സ്റ്റേണൽ റിസോർപ്ഷൻ കാണുക കൂടുതലായിട്ട്. ഓക്കെ, അപ്പോൾ മെയിൻ സെൽസ് ഏതാണ്? ഓസ്റ്റിയോക്ലാസ്റ്റുകളാണ്. മോർ കോമൺ ആയിട്ടുള്ള സിസ്റ്റ് ഏതാണ്? പെരിഡോണ്ടൽ സിസ്റ്റിലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്സിലൊക്കെ നമുക്ക് എക്സ്റ്റേണൽ റിസോർപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റൂട്ട് റിസോർപ്ഷൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ള ടൂത്തുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിലറി ആൻഡ് മാൻഡിബുല സെൻട്രൽ ഇൻസൈസേഴ്സ് ആണ്. ഓക്കെ, പോസ്റ്റീരിയേഴ്സിനേക്കാളും കൂടുതൽ റിസോർപ്ഷൻ കണ്ടിട്ടുള്ളത് ആൻറ്റീരിയർ ടൂത്തുകളിലാണ്. അപ്പോൾ റിസോർപ്ഷൻ്റെ പിക്ചേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പിക്ചർ കൊടുത്തിട്ടുള്ളത് എമിലോബ്ലാസ്റ്റോമ കാരണം ഉണ്ടായിട്ടുള്ള ഒരു ടൂത്തിൻ്റെ റിസോർപ്ഷനാണ്. അപ്പോൾ ആ സറൗണ്ടിങ്ങിൽ കാണിക്കുന്ന ബൾക്ക് പോർഷൻ എന്ന് പറയുന്നത് എമിലോബ്ലാസ്റ്റോമയാണ്. സെക്കൻഡ് പിക്ചർ കാണിക്കുന്നത് ഡിഫ്യൂസായിട്ട് സെൻട്രലി മാൻഡിബുല ടൂത്തിൽ ആണ് കൂടുതലായിട്ട്, മാൻഡിബുല സെൻട്രൽ ഇൻസൈസേഴ്സിൽ മാക്സിലറി സെൻട്രൽ ഇൻസൈസറിൽ കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പിക്ചർ കൊടുത്തിട്ടുള്ളത് റിസോർപ്ഷൻ്റെ. അപ്പോൾ ടൂത്തിൻ്റെ എപ്പെക്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പോയിൻറ്റഡ് അല്ലെങ്കിൽ സ്പൈക്ഡ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും അല്ലേ. പക്ഷേ അത് പോയിട്ട് റൗണ്ടഡ് ആയിട്ടുള്ള അപ്പിയറൻസ് ആണ് എപ്പെക്സിന് വരുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ റിസോർപ്ഷൻ കാണിക്കുന്നത് എമിലോബ്ലാസ്റ്റോമയുടെ തന്നെയാണ്. തേർഡ് പിക്ചർ ബി എന്ന് കൊടുത്തിട്ടുള്ളത് അത് റിസോർപ്ഷൻ ഡ്യൂ ടു ആ രണ്ട് പോസ്റ്റീരിയർ ടൂത്തിലും റിസോർപ്ഷൻ സംഭവിക്കുന്നത് ബിക്കോസ് ഓഫ് എമിലോബ്ലാസ്റ്റോമയുടെ ആ റേഡിയോഗ്രാഫിക് പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കമ്മിങ് ഓൺ ടു ഇൻറ്റേർണൽ റിസോർപ്ഷൻ. അപ്പോൾ ഇവിടെ റിസോർപ്ഷൻ നടക്കുന്നത് പൾപ്പിൻ്റെ അകത്തു നിന്ന് പുറത്തേക്കാണ്, പൾപ്പിൻ്റെ ചേമ്പറിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക്. ഓക്കെ, മറ്റേത് എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ പുറത്ത് നിന്നായിരുന്നു, സിമെൻറ്റത്തിൻ്റെ പോർഷനിൽ നിന്ന് അകത്തോട്ടായിരുന്നു റിസോർപ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഇൻറ്റേർണൽ റിസോർപ്ഷൻ എന്ന് പറയുമ്പോൾ അകത്തുനിന്ന് പുറത്തേക്ക്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പൾപ്പിൽ എന്തെങ്കിലും ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോഴാണ് ഇൻറ്റേർണൽ റിസോർപ്ഷൻ മെയിനായിട്ട് വരാറ്. അപ്പോൾ പൾപ്പിനകത്ത് ഇൻഫ്ലമേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ പൾപ്പിൻ്റെ അകത്ത് റിസോർപ്ഷൻ, അതായത് പൾപ്പ് ചേമ്പറിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പം ആ ഡെൻറ്റീനും ആ സറൗണ്ടിങ് ആയിട്ടുള്ള ഡെൻറ്റീൻ പോർഷനൊക്കെ അങ്ങ് റിസോർബായി പോവുകയാണ്. അപ്പോൾ അങ്ങനെ റിസോർബായി പോകുമ്പം ഈ പൾപ്പിൻ്റെ ഉള്ളിൽ എന്താണത് ബ്ലഡ് വെസൽസ് ഉണ്ടല്ലേ. അപ്പോൾ ഭയങ്കര നല്ല ബ്ലഡ് സപ്ലൈ ഉള്ള ഏരിയയാണ് പൾപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലഡ് വെസൽസൊക്കെ നല്ലോണം ഈ പൾപ്പിൻ്റെ പ്രൊളിഫറേഷൻ അങ്ങ് കൂടുന്നത് കൊണ്ട് അങ്ങനെ ചേമ്പർ വലുതായി കുറച്ചും കൂടെ സ്ഥലം കിട്ടുകയാണ് പൾപ്പിന് എക്സ്പാൻഡ് ആവാൻ. അപ്പോൾ അത് എക്സ്പാൻഡ് ആവുമ്പോൾ എന്താണ് പുറത്തേക്ക് ഈ അകത്തുള്ള പൾപ്പിൻ്റെ ബ്ലഡ് വെസൽസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കാണുന്നതാണ് പിങ്ക് കളറായിട്ട് നമുക്ക് ടൂത്ത് അപ്പിയർ ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ഇൻറ്റേർണൽ റിസോർപ്ഷനിൽ. അപ്പോൾ അതാണ് ആ പിങ്ക് ടൂത്ത് അപ്പിയറൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ റിസോർപ്ഷൻ്റെ അനദർ നെയിം എന്ന് പറയുന്നത് പിങ്ക് ടൂത്ത് ഓഫ് മെമ്മറി എന്നാണ്. ഓക്കെ, പിങ്ക് ടൂത്ത് ഓഫ് മെമ്മറി എന്നാണ് വിളിക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. ഇൻറ്റേർണൽ റിസോർപ്ഷൻ, പിങ്ക് ടൂത്ത് ഓഫ് മെമ്മറി ഈസ് ആക്ച്വലി ഇൻറ്റേർണൽ റിസോർപ്ഷൻ. എന്തുകൊണ്ടാണ് അത് വരുന്നത്? ബിക്കോസ് ആ പൾപ്പിൻ്റെ ഹൈപ്പർ പ്ലാസ്റ്റിക് പ്രോളിഫറേഷൻ നടക്കുകയാണ്.
അപ്പോൾ അത് നമ്മുടെ ഡെൻറ്റീനൊക്കെ റിസോർബ് ആവുന്നത് കൊണ്ട് പുറത്തേക്ക് അത് ആ കളർ കാണിക്കുന്നതാണ് പിങ്ക് ടൂത്ത് ഓഫ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വർക്ക് ചെയ്യുന്ന സെല്ലുകൾ എന്ന് പറയുന്നത് ഒഡൻഡോക്ലാസ്റ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു എക്സ്റ്റേണൽ റിസോർപ്ഷൻ ആരാ വർക്ക് ചെയ്യുന്നത്? ഓസ്റ്റിയോക്ലാസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ആരാ? ഒഡൻഡോക്ലാസ്റ്റ് ആണ്. അപ്പോൾ ഒഡൻഡോക്ലാസ്റ്റുകളാണ് ഞാൻ സെക്കൻഡ് ഇമേജിൽ ആ ഗ്രീൻ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കാലോപ്ഡ് ആയിട്ടുള്ള അപ്പിയറൻസ് കൊടുത്തിട്ടില്ലേ, അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തൊരു മല പോലെ. അപ്പോൾ ആ സെല്ലുകളാണ് എന്ത്? ഒഡൻഡോക്ലാസ്റ്റ്. അപ്പോൾ ആ ഒഡൻഡോക്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പോൾ ഒരു സെല്ലാണത്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അവരെന്ന് പറയുന്നത് ഈ ഡെൻറ്റീനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, പൾപ്പിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒഡൻഡോക്ലാസ്റ്റ് സെൽസാണ് മെയിനായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഒഡൻഡോക്ലാസ്റ്റോമ എന്ന് വിളിക്കും. ഓക്കെ, ഇൻറ്റേർണൽ റിസോർപ്ഷൻ അനദർ നെയിം ഇസ് ഒഡൻഡോക്ലാസ്റ്റോമ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് MCQ കേട്ടോ. അതുപോലെ തന്നെ റേഡിയോഗ്രഫിക്കലി നോക്ക് നിങ്ങൾ ആ പിക്ചറിൽ ആ ടൂത്തിൻ്റെ തേർഡ് പിക്ചർ നോക്കുകയാണെങ്കിൽ ആ പിക്ചറിൻ്റെ ടൂത്തിൻ്റെ നിങ്ങൾക്കറിയാം ലാറ്ററൽ ഇൻസൈസറാണത്. അപ്പോൾ ലാറ്ററൽ ഇൻസൈസറിൻ്റെ സെൻറ്ററിൽ നിങ്ങൾക്കൊരു ഹോള് കാണാം. ഓക്കെ, റേഡിയോലൂസൻസി ഒരു വട്ടം കാണുന്നില്ലേ. അപ്പോൾ ആ റേഡിയോലൂസൻസി ഇൻറ്റേർണൽ റിസോർപ്ഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇൻറ്റേർണൽ റിസോർപ്ഷൻ റേഡിയോഗ്രഫിക്കലി ഇൻറ്റേർണൽ റിസോർപ്ഷൻ കാണിക്കുന്ന പിക്ചറാണ്. അപ്പോൾ ഡയഗ്രാമിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, നീറ്റ് എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പിക്ചർ ഇമേജ് ബേസ്ഡ് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഇമേജസ്. അപ്പോൾ അതുതന്നെയായിരിക്കും മോസ്റ്റ്ലി നീറ്റിന് ചോദിക്കുക. കാരണം ടെക്സ്റ്റ് ബുക്കാണല്ലോ ബേസിക് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പിക്ചർ കൊടുക്കുക, മെയിനായിട്ട് ടെക്സ്റ്റ് ബുക്ക് പിക്ചേഴ്സ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് കഴിഞ്ഞ 2 എക്സാംസിനും. അപ്പോൾ അതുകൊണ്ട് പിക്ചേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ പൾപ്പൽ ഇൻഫ്ലമേഷൻ ആണ് മെയിൻ റീസൺ. പിങ്ക് അപ്പിയറൻസ്, അതുകൊണ്ട് പിങ്ക് ടൂത്ത് ഓഫ് മെമ്മറി. അത് ഒഡൻഡോക്ലാസ്റ്റ് ആണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒഡൻഡോക്ലാസ്റ്റോമ ഇൻറ്റേർണൽ റിസോർപ്ഷൻ്റെ അതർ നെയിംസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. കമ്മിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, ഹൈപ്പർ സിമെൻറ്റോസിസ്. അത് ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഹൈപ്പർ സിമെൻറ്റോസിസ്. സിമെൻറ്റത്തിൻ്റെ ഹിസ്റ്റോളജിയിൽ ക്ലിനിക്കൽ കൺസിഡറേഷനിൽ കൊടുത്തിട്ടുള്ളതാണ് ഹൈപ്പർ സിമെൻറ്റോസിസ്. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ കൊടുത്തതാണ്. ഹൈപ്പർ സിമെൻറ്റോസിസ് അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാലോ നിങ്ങൾക്ക്? സിമെൻറ്റത്തിൻ്റെ എക്സസ് ഡെപ്പോസിഷനാണ്. അവിടെ ഡെപ്പോസിറ്റ് ആവുന്ന സിമെൻറ്റ് ഏതാണപ്പോൾ? സെല്ലുലാർ സിമെൻറ്റമാണ്. നിങ്ങൾക്കറിയാം, ഹിസ്റ്റോളജി പഠിച്ചവർക്ക് നല്ല ക്ലിയർ ആയിരിക്കും, അല്ലാത്തവർ അത് പഠിച്ചിട്ട് ഇത് കാണാം കേട്ടോ. അപ്പോൾ ഹൈപ്പർ സിമെൻറ്റോസിസിൽ ഡെപ്പോസിറ്റ് ആവുന്നത് എന്താണ്? മെയിനായിട്ട് സെല്ലുലാർ സിമെൻറ്റമാണ്. അപ്പോൾ ബാക്കി കൊറോണൽ 2/3 വരുന്നത് എന്താണ്? മെയിനായിട്ട് 2/3 പോർഷൻ ഓഫ് റൂട്ടിൽ വരുന്നത് സെല്ലുലാർ സിമെൻറ്റാണ്. 1/3 പോർഷനിലാണ് ലാസ്റ്റ് എപ്പെക്സിൻ്റെ പോർഷൻ വരുന്നതാണ് സെല്ലുലാർ സിമെൻറ്റ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മെയിനായിട്ട് റീസൺസ് എന്തൊക്കെയാണ്? ബിക്കോസ് ഇപ്പോൾ ടൂത്തിൻ്റെ ഇലോങ്ങേഷൻ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ ടൂത്ത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടൂത്തിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചു, അപ്പോൾ ആ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ഇതുപോലെ തന്നെ സിമെൻറ്റം തന്നെയായിരിക്കും. സെല്ലുലാർ സിമെൻറ്റം തന്നെയാണ് ഫോം ചെയ്യുക. പക്ഷേ ഈ ഫോം ചെയ്യുന്ന സിമെൻറ്റം അത് സെല്ലുലാർ സിമെൻറ്റം ആണെങ്കിലും, ഹിസ്റ്റോളജി നോക്കുമ്പോൾ സെല്ലുലാർ സിമെൻറ്റം ആണെങ്കിലും അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സൊക്കെ റിസംബ്ലിങ് ടു ബോണാണ്. ബോണിനോട് കുറേ സിമിലാരിറ്റി ഉണ്ട് ഈ ഡെപ്പോസിറ്റ് ആവുന്ന പുതിയ സിമെൻറ്റത്തിന്. അതുകൊണ്ട് അവർ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓസ്റ്റിയോ സിമെൻറ്റം. ഓക്കെ, ആ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെക്കൻഡറി സിമെൻറ്റം, ഹൈപ്പർ സിമെൻറ്റോസിസിൽ ഡെപ്പോസിറ്റ് ആവുന്ന സിമെൻറ്റം ആക്ച്വലി ഓസ്റ്റിയോ സിമെൻറ്റം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ടൂത്തിന് ഒരു ഷാർപ്പ് എൻഡ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എപ്പെക്സ്, അത് പോയിട്ട് റൗണ്ടഡ് ആയിട്ടുള്ള എപ്പെക്സ് ആണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ലമൈന ഡ്യൂറ എല്ലാം തന്നെ നശിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഡിസപ്പിയറൻസ് ഓഫ് ലമൈന ഡ്യൂറ, എക്സസീവ് ഡെപ്പോസിഷൻ ഓഫ് സെക്കൻഡറി സിമെൻറ്റം, ഇതൊക്കെയാണ് മെയിനായിട്ട് സംഭവിക്കുന്നത്. പക്ഷേ ടൂത്തിൻ്റെ സെൻസിറ്റിവിറ്റിക്കൊന്നും വ്യത്യാസം വരുന്നൊന്നുമില്ല, അതൊന്നും ഒരു ചേഞ്ചും വരുന്നില്ല. നോ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ടൂത്ത് സെൻസിറ്റിവിറ്റി, അതൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. ഇറോഷനിൽ മാത്രമാണ് ടൂത്ത് ഹൈപ്പർ സെൻസിറ്റീവ് ആവുന്നത്. എട്രീഷനിലും എബ്രേഷനിലൊന്നും ടൂത്തിൻ്റെ സെൻസിറ്റിവിറ്റിക്ക് ചേഞ്ച് വരുന്നില്ല, ബിക്കോസ് ഓഫ് ഡെപ്പോസിഷൻ ഓഫ് സെക്കൻഡറി ഡെൻറ്റീൻ വരുന്നതുകൊണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഹൈപ്പർ സിമെൻറ്റോസിസിലും ദർ ഇസ് നോ ചേഞ്ച് ഇൻ സെൻസിറ്റിവിറ്റി ഓഫ് ദ ടൂത്ത്. ഓക്കെ, അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസ്. അപ്പോൾ ഹൈപ്പർ സിമെൻറ്റോസിസ് കാണുന്ന ഒരു ഡിസീസ് ചോദിക്കാറുണ്ട്, അത് പേജസ് ഡിസീസ് ഓഫ് ദ ബോണാണ്. അത് എത്തിയോളജിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേജസ് ഡിസീസ് ഓഫ് ദ ബോണിലാണ് മെയിനായിട്ട്, അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന അനദർ ടൈം ഓസ്റ്റൈറ്റിസ് ഡിഫോമൻസ് എന്നാണ്. അപ്പോൾ ഞാനത് കൂടുതൽ പഠിപ്പിക്കും ബോണിൻ്റെ ചാപ്റ്ററിൽ. അപ്പോൾ പേജസ് ഡിസീസ് ഓഫ് ബോണിൽ കാണുന്നതാണ് ഹൈപ്പർ സിമെൻറ്റോസിസ്. കമ്മിങ് ഓൺ ടു ലാസ്റ്റ് ടോപ്പിക്, അതാണ് സിമെൻറ്റിക്കൽസ്. അപ്പോൾ സിമെൻറ്റിക്കൽസ് പോലെ തന്നെ ഞാൻ വേറൊരു സാധനം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? പൾപ്പ് സ്റ്റോൺ ഡെൻറ്റിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പൾപ്പിൻ്റെ അകത്ത് കാൽസിഫിക്കേഷൻസ് കാണുകയാണെങ്കിൽ തന്നെ വിളിക്കുന്ന പേരാണ് പൾപ്പ് സ്റ്റോൺ അല്ലെങ്കിൽ ഡെൻറ്റിക്കൽസ്. ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ സിമെൻറ്റത്തിൻ്റെ പീഡിയലിൻ്റെ അവിടെ കാണുന്ന സ്മോൾ കുഞ്ഞു കാൽസിഫിക്കേഷൻസിനെയാണ് സിമെൻറ്റിക്കൽസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഡെൻറ്റിക്കൽസ് പോലെ
സിമെൻറ്റത്തിൻ്റെ അവിടെ കാണുന്ന കുഞ്ഞു കുഞ്ഞ് ഫോക്കൈ ഓഫ് കാൽസിഫൈഡ് ടിഷ്യൂ ലൈങ് ഇൻ ദ പെരിഡോണ്ടൽ ലിഗമെൻറ്റിലാണ് കാണുക. അപ്പോൾ സിമെൻറ്റും പെരിഡോണ്ടൽ ലിഗമെൻറ്റും ആൽവുലാർ ബോണൊക്കെ ഒരൊറ്റ യൂണിറ്റ് പോലെയാണ് വർക്ക് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. പെരിഡോൺഷ്യം എന്ന് പറയുമ്പോൾ ഇത് മൂന്നും വരും. അപ്പോൾ ഈ പെരിഡോണ്ടൽ ലിഗമെൻറ്റിലാണ് ഈ കുഞ്ഞു കുഞ്ഞു കാൽസിഫിക്കേഷൻസ് കിടക്കുക. അവരെ വിളിക്കുന്ന പേരാണ് സിമെൻറ്റിക്കിൾസ്. ഓക്കെ, അപ്പോൾ സിമെൻറ്റിക്കിൾസ് 2 തരത്തിലുണ്ട്. ഇതുപോലെ തന്നെ ഫ്രീ ഉണ്ട്, അറ്റാച്ച്ഡ് ഉണ്ട്. ഫ്രീ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പിക്ചർ എ, ആ പിക്ചറിൽ ഫ്രീ ആയിട്ടല്ല കിടക്കുന്നത്, സിമെൻറ്റത്തിനോട് അറ്റാച്ച്ഡ് അല്ല, PDL തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നാൽ ബി എന്ന പിക്ചറിൽ എവിടേക്കാണ്, അത് കൂടുതൽ അകത്താണ്. ഓക്കെ, അപ്പോൾ അറ്റാച്ച്ഡ് ടു സിമെൻറ്റുമാണ് കിടക്കുന്നത്, അതുകൊണ്ട് അറ്റാച്ച്ഡ് സിമെൻറ്റിക്കിൾ. അപ്പോൾ 2 എണ്ണം ഉണ്ട്, ഫ്രീ സിമെൻറ്റിക്കിളും അറ്റാച്ച് സിമെൻറ്റിക്കിളും. അപ്പോൾ ഇവരെ മെയിൻ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നമ്മൾ പറയുക സിമെൻറ്റൽ ടിയേഴ്സുമായിട്ടാണ്. അപ്പോൾ എന്താണ് ഈ സിമെൻറ്റൽ ടിയേഴ്സ് എന്ന് പറയുന്നത്? സിമെൻറ്റൽ ടിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സിമെൻറ്റം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആദ്യം ഫോം ചെയ്യുന്ന സിമെൻറ്റാണ് പ്രൈമറി സിമെൻറ്റം അല്ലേ. അപ്പോൾ ഈ പ്രൈമറി സിമെൻറ്റത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് അടർന്ന് PDLലേക്ക് വീഴും. ഓക്കെ, അതായത് കുറേ നാളവിടെ കിടന്നു കഴിയുമ്പം അതങ്ങ് പയ്യെ പയ്യെ അടർന്ന് ഈ പ്രൈമറി സിമെൻറ്റത്തിൻ്റെ ആദ്യം ഫോം ചെയ്യുന്ന സിമെൻറ്റത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് അടർന്ന് PDL കിടപ്പുണ്ടാവും. അപ്പോൾ ഈ കിടക്കുന്ന പ്രൈമറി സിമെൻറ്റത്തിലെ കുഞ്ഞു കുഞ്ഞു പോർഷൻസിനെയാണ് സിമെൻറ്റൽ ടിയേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ സിമെൻറ്റിക്കിൾസ് ആക്ച്വലി എന്താണ്? സിമെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കാൽസിഫിക്കേഷൻസ് ആണ്, PDL കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാൽസിഫിക്കേഷൻസ് ആണ്. അവർ ശരിക്കുള്ള സിമെൻ്റ് അല്ല, ദേ ആർ നോട്ട് ട്രൂ സിമെൻറ്റം. കുഞ്ഞു കുഞ്ഞു കാൽസിഫിക്കേഷൻസ് മാത്രമാണ്, അവർ ട്രൂ സിമെൻ്റ് അല്ല. പക്ഷേ സിമെൻറ്റൽ ടിയേഴ്സ് ശരിക്കുള്ള സിമെൻ്റാണ്. പ്രൈമറി സിമെൻറ്റത്തിൻ്റെ കുഞ്ഞൊരു പോർഷൻ അടർന്ന് വീണ് കിടക്കുന്നതാണ് സിമെൻറ്റൽ ടിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹിസ്റ്റോളജിക്ക് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഈ സിമെൻറ്റിക്കിൾസ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഡൗട്ട് അടിക്കും. സിമെൻറ്റൽ ടിയേഴ്സ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയും അതേ കിടക്കുന്നു സിമെൻറ്റിക്കിൾസ് എന്ന് പറയും. പക്ഷെ അതല്ല, രണ്ടും വേറെ വേറെ സാധനങ്ങളാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3rd പിക്ചർ കൊടുത്തിട്ടുള്ളത്. സിമെൻറ്റൽ ടിയേഴ്സ് ഹിസ്റ്റോളജിക്കലി മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. വേറെ സിമെൻറ്റിക്കിൾസ് ഫ്രീ ഉണ്ട്, അറ്റാച്ച്ഡ് ഉണ്ട്, അത് എയും ബിയും ആണ്. ഫസ്റ്റത്തെ 2 പിക്ചറാണ് കാണിക്കുന്നത്. അപ്പോൾ മെയിൻ MCQയിൽ ചോദിക്കാറുണ്ട് മെയിൻ ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ഓഫ് സിമെൻറ്റിക്കിൾസ് ഏതാണ്? മെയിനായിട്ട് സിമെൻറ്റൽ ടിയേഴ്സ് ആണ്. ദേ ആർ ആക്ച്വലി സ്മോൾ ഫോക്കൈ ഓഫ് പ്രൈമറി സിമെൻറ്റം ഇൻ ദ PDL ആണ്. വേറെ സിമെൻറ്റിക്കിൾസ് ആർ നോട്ട് ട്രൂ സിമെൻറ്റം. ഓക്കെ, ദേ ആർ ഓൺലി സ്മോൾ ഫോക്കൈ ഓഫ് കാൽസിഫൈഡ് ടിഷ്യൂ. താങ്ക്സ് എ ലോട്ട്. വളരെ കുഞ്ഞു ടോപ്പിക്കാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ നിങ്ങൾ റിപ്പീറ്റഡ്ലി ഈ കുഞ്ഞു ടോപ്പിക്കാണെങ്കിൽ നിന്ന് കുറേ റിപ്പീറ്റഡ്ലി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കാരണം എല്ലാവരും മിസ്റ്റേക്ക് വരുത്തുന്നതായതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കീപ് സപ്പോർട്ടിങ്, കീപ് ലേണിംഗ്. ഓക്കെ, റിസൾട്ട്സ് എന്തായാലും കാണും. ഓക്കെ, താങ്ക്സ് എ ലോട്ട്.